السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആത്മാവിൽ ഒരു ചിത എന്ന വയലാർ രാമവർമ്മയുടെ കവിതയുടെ അല്പം നമുക്കൊന്ന് വിശദീകരിക്കാം. തീരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത ഒരു പ്രായമായിരിക്കുന്ന സമയത്ത് മരിച്ചു കിടന്നിരിക്കുന്ന ഒരു അച്ഛൻ എന്തേ ഉണരാത്തത് എന്ന സംശയമായി അതല്ലെങ്കിൽ ഒരു ചിന്തയുമായി ഇരിക്കുന്ന ഒരു ബാലൻ അതല്ലെങ്കിൽ ഒരു കുട്ടി, അതുപോലെ എന്താണ് മരണമെന്നറിയാത്ത അച്ഛൻ എന്തേ ഉണർന്നെനിക്ക് ചുംബനം നൽകാത്തതെന്ന് നനച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ വികാരത്തെ സ്വന്തം അനുഭവങ്ങളാക്കിയിട്ട് വിവരിക്കുകയാണ് ശ്രീ വയലാർ രാമവർമ്മ ആത്മാവിലൊരു ചിത എന്ന കവിതയിലൂടെ. വയലാർ രാമവർമ്മ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയും അതുപോലെ ഗീത രചയിതാവും കൂടെയാണ്. 1928 മാർച്ച് 25 ആലപ്പുഴയിലെ വയലാർ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഒരുപാട് കവിതകൾ ഇദ്ദേഹത്തിലൂടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ ഇദ്ദേഹത്തിന് ഈ കവിതയിലൂടെയും അതുപോലെ ഗീത രചനയിലൂടെയും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കവിതയിലെ ചില ഭാഗങ്ങളുടെ വരികളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി, ഒരു തരത്തിലുമാണ് ഒരുപോലെ, വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കവി ഉറങ്ങിക്കിടക്കുന്നു എന്നതുകൊണ്ട് മരണത്തെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അത് മരണത്തിൻ്റെ ഒരു പ്രതീകമാണ്. കവി പറയാണ്, തൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. അതായത് മരണത്തിലേക്ക് തൻ്റെ അച്ഛൻ പോയിരിക്കുകയാണ്. അച്ഛൻ മരിച്ചിരിക്കുന്നു എന്ന് പറയാതെ കിടന്നിരിക്കുന്നു എന്ന മൃദുവായ ഭാഷയിൽ കവി ഇവിടെ കവിതയിൽ പരാമർശിക്കുകയാണ്. നിശബ്ദത പോലുമന്നു നിശബ്ദമായി. ഈ വരിയിൽ കവി പറയാണ്, ഈ സാഹചര്യത്തിൽ നിശബ്ദതയുടെ മീതെ നിശബ്ദമായിട്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് സാധാരണ ഒരു നിശബ്ദതയല്ല, മറിച്ച് മരണത്താൽ തീർത്ത ഒരു മൗനായിട്ടാണ് ഈ നിശബ്ദതയെ കവി പറയുന്നത്. മനസ്സിനെ വിങ്ങിപ്പോകുന്ന, മനസ്സിനെ ആകെ വേദനിപ്പിക്കുന്ന ഒരു നിശബ്ദതയിലേക്കാണ് കവി ഈ കവിതയിലൂടെ ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു മകൻ്റെ ഹൃദയത്തിൽ ഒരു അച്ഛൻ്റെ മരണത്തിന് ശേഷം ശേഷമുള്ള ആഴത്തിലുള്ളൊരു മുറിവുണ്ടാകുമല്ലോ, വേദന ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചാണ് ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെ അച്ഛൻ്റെ ഇല്ലായ്മ, ഇല്ലായ്മയ്ക്ക് ശേഷമുള്ള ഒരു മകൻ്റെ വേദന, ആ വേദന എത്രത്തോളമായിരിക്കും, അതിൻ്റെ മൗനം അതുപോലെ ശൂന്യത എത്രത്തോളമായിരിക്കുമെന്ന് ഇവിടെ കവി സൂചിപ്പിക്കുകയാണ്. ഒരു തരത്തിലും ഒരുപോലെ, വീടിനകത്തു കരഞ്ഞു തളർന്നു വീണുപോയി. ഇവിടെ ഈ വരികളിൽ കവിക്ക് മനസ്സിൽ കൂട്ടമായ ഒരു വിഷാദം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസം ഉണ്ടാവുമല്ലോ, ബുദ്ധിമുട്ട്, അതുപോലെ വിഷാദങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ എല്ലാം അവസാനിക്കുന്നത് ഒരുപോലെയാണ്. അതായത് എല്ലാ തരത്തിലുള്ള എന്ത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും, ബുദ്ധിമുട്ടാണെങ്കിലും, പരാജയങ്ങളാണെങ്കിലും, അതുപോലെ വിഷമങ്ങളാണെങ്കിലും, നിരാശയായാലും അവസാനം ഒന്നിലാണ് അത് ഫലം ചെയ്യുന്നത്. അതായത്
ഹൃദയത്തിൽ വരുന്ന, മനസ്സ് പൊള്ളുന്ന ഒരു വേദനയിലേക്കാണ് പോവുക എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു തരത്തിലുമാണ് എന്ന കവിയുടെ പ്രയോഗം, ഈ ആവർത്തന പ്രയോഗം ഉണ്ടല്ലോ, അത് കവിയുടെ വിരക്തിയെയും അതുപോലെ വിധിനിഷ്ഠതയെയും സൂചിപ്പിക്കുന്നുണ്ട്. വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ. ഇവിടെ കവി കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവാണ്. അതായത് ഒരു അച്ഛൻ അതല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ആ പോകുമ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന സാഹചര്യം, വേദന, പ്രയാസം, അതൊക്കെ കവി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് അവരുടെ കരച്ചിൽ, അതായത് അമ്മയുടെ കരച്ചിൽ വെറുമൊരു കരച്ചിലല്ല, മറിച്ചോ അത് ജീവിതത്തിലുണ്ടാകുന്ന ഒരു തളർച്ച, അതല്ലെങ്കിൽ വിഷമം, പ്രയാസം, അതുപോലെ തൻ്റെ മകനോടുള്ള ഒരു മകൻ്റെ വേദനയോടുള്ള ഒരു അനുഭവമായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനിയോ നേരം അടുത്ത കവിതയിൽ കവി പറയാണ്, അടുത്ത വരിയിൽ, നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നയുമ്മ വെച്ചമ്മയെന്നോരോന്ന് ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ, നൊമ്പരം കൊണ്ടും വിതുമ്പി ഞാൻ. ഇവിടെ വെളുത്ത നേരം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കവി പറയാണ്, വെളുത്ത നേരം കൊണ്ട് പ്രഭാതം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അച്ഛൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് പ്രഭാതങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് പ്രഭാതം യഥാർത്ഥമായ പ്രഭാതമായിട്ട് തോന്നുന്നില്ല. രാത്രിയെ മറക്കാനുള്ള ഒരു വെളിച്ചം വന്നെങ്കിലും ആ മകൻ്റെ ഹൃദയത്തിലുള്ള ഒരു മറവുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇരുട്ടുണ്ടാകുമല്ലോ, അച്ഛൻ്റെ മരണത്തിന് ശേഷം, വിട പറഞ്ഞതിന് ശേഷമുള്ള ആ മരണത്തിൻ്റെ ഒരു വിടവ്, അതല്ലെങ്കിൽ ഒരു ഇരുട്ടിലേക്ക്, ആ ഇരുട്ട് ഇനിയും മാറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മ, അതായത് ഇവിടെ നമുക്ക് ഒരു മാതൃത്വ സ്നേഹത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അമ്മ തൻ്റെ ദുഃഖത്തിൽ ഒരുപാട് പങ്കുചേരുമ്പോഴും ദുഃഖത്താൽ തളർന്ന് കിടന്നമ്മ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് തളർന്ന് കിടപ്പാണെങ്കിലും പക്ഷേ തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഇവിടെ മാതൃസ്നേഹത്തെ കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രയും വേദനകൾക്കിടയിലും ജീവിച്ചിരിക്കുന്നതിൻ്റെ, മാതൃത്വം ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട്, ഒരു പ്രതീകമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. അടുത്തായിട്ട്, എന്നോരോന്നും ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. അതായത് അമ്മ തന്നെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ തൻ്റെ മകനെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട്, എൻ്റെ മകനെ അതല്ലെങ്കിൽ എൻ്റെ ജീവിതമേ എന്നൊക്കെ വിലപിച്ചിട്ട് അച്ഛൻ്റെ വിയോഗത്താൽ കരയുന്നുണ്ട്. ആ സമയത്ത് പോലും എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഓർമ്മകൾ ഈ കവിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഓർമ്മകൾ ആത്മചിതയെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നൊമ്പരം കൊണ്ടും വിതുമ്പി ഞാൻ. അതെ, അമ്മയുടെ വേദനയും അതുപോലെ അമ്മയുടെ സ്നേഹം, അമ്മയുടെ വേദന, അതുപോലെ ആ വേദനക്കിടയിലും മകനോടുള്ള അമ്മയുടെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം തരുന്നതൊക്കെ ഓർത്തിട്ട് നൊമ്പരപ്പെട്ട് വേദനിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയായാലും ഒരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു പിതാവാണ്, ഒരു ഭർത്താവാണ്, ഒരു അച്ഛനാണ്. ആ അച്ഛൻ്റെ വിയോഗം ഒരു കുടുംബത്തെ എത്രത്തോളം തളർത്തുന്നു എന്ന് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാം. നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.